ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ മാമച്ചായൻ്റെ സഹോദരനും ഭാര്യയും മകനും കൂടെ മാമച്ചായൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ജെയിംസും ഭാര്യയും മകനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ജെയിംസിൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ രേവതിക്കുട്ടിയെ ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഇവളാണ് ഇവിടെ ഭരിക്കുന്നതെന്ന് കേട്ടല്ലോ, ഫോൺ എടുത്തു കഴിഞ്ഞാൽ കൊടുക്കാൻ ആരാ എന്താന്നൊക്കെ ചോദിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രേസമ്മ പറയുന്നുണ്ട്, എൻ്റെ ഫോൺ ഞാൻ അവളെ ഏൽപ്പിച്ചേക്കാണ്, അവളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയാണ്. അതെന്താ ചേച്ചിക്ക് ഒരു ഫോൺ കൊണ്ട് നടക്കാനാണോ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുകയാണ് ജെയിംസ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറക്കും, കബോർഡിനുള്ളിൽ, അലമാരയിൽ, ബോക്സിൽ, ഫ്രിഡ്ജിൽ വരെ ഞാൻ ഫോൺ വെച്ച് മറന്നു, അതുകൊണ്ട് ഞാൻ ഏൽപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മുടെ ജോമോൻ്റെ റൂമൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഫോട്ടോ അല്ലേ ഇങ്ങനെ വെക്കുന്നത്, ചേച്ചി ഇത് എന്തൊക്കെയാണ്, ഒരു വേലക്കാരിയുടെ വാക്കും കേട്ടിട്ട് ഇങ്ങനെ തരം താണം പ്രവൃത്തി ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ആ ചെയ്ത പ്രവൃത്തിയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ ഗ്രേസമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ഈ റൂം നിങ്ങളെ കാണിച്ചതാണ് കുഴപ്പമായി പോയത്, എന്താണെങ്കിലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരെന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് പോകുന്നുണ്ട്. രേവതിക്കുട്ടിയും പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അവരൊരു സൂത്രം ഒപ്പിക്കുന്നുണ്ട്. അവരുടെ മകൻ റോണിയെ ഏവിയേഷൻ എറണാകുളത്ത് പഠിക്കാനായിട്ട് ചേർത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് ഇവിടേക്ക് വന്നതല്ലോ. അപ്പോൾ അവനെ ഇവിടെ നിർത്താം എന്നുള്ളൊരു ധാരണയിലെത്താണ്. റോണിക്ക് അത് ആദ്യം ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ നിനക്ക് നല്ല സുഖമായിട്ട് കിടക്കാടാ, AC ഉണ്ട്, ഭക്ഷണം കിട്ടും, പോക്കറ്റ് മണി കിട്ടും എന്നൊക്കെ പറയാണ്. അപ്പോൾ ജെയിംസും പറയുന്നുണ്ട്, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ എൻ്റെ ചിമ്മിച്ചായ ഇവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന അവരുടെ ഭാര്യ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അവനവിടെ താമസിച്ചോളാം എന്ന് പറയാണ്. എൻ്റെ ചേട്ടൻ്റെ സ്വത്ത് അങ്ങനെ അനാഥർക്കൊന്നും എഴുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് എൻ്റെ ചേട്ടൻ്റെ സ്വത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കൈക്കലാക്കുക, എങ്ങനെയെങ്കിലും രേവതിക്കുട്ടി അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് റോണി അവിടെ താമസിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ പോവാൻ നേരം നമ്മുടെ രേവതിക്കുട്ടി ഒന്ന് സൂക്ഷിക്കണം, സ്വത്തും പണമൊക്കെ ഒരുപാടുള്ളതല്ലേ, അതൊക്കെ അടിച്ചുകൊണ്ട് പോകും, പിന്നെ എവിടെ പോയി അന്വേഷിക്കാനാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. അതുപോലെ റോണി ഇവിടെ താമസിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അതല്ല ഇവിടെ ഒരു പെങ്കൊച്ചുള്ളതല്ലേ എന്ന് പറയുമ്പോഴാണ് അവളെ സൂക്ഷിക്കണം എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ സ്വർണം പണമൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവളെ എവിടെ പോയി അന്വേഷിക്കും, പിന്നെ കണ്ടെത്താനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറയാണ് അവർ. ഇതൊക്കെ കേട്ടുകൊണ്ട് രേവതിക്കുട്ടി മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ. ഗ്രേസമ്മയും മാമച്ചാനും മുഖാമുഖം നോക്കുന്നുണ്ട് കേട്ടോ ഇവരുടെ സംസാരമൊക്കെ കേട്ടിട്ട്. അവൾ സ്വർണവും പണമൊക്കെ അടിച്ചുകൊണ്ട് പോകും, നിങ്ങളിങ്ങനെ സർവ്വ സ്വാതന്ത്ര്യമൊന്നും അവൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ഗ്രേസമ്മ പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്ന്. അത് പറയുമ്പോൾ തന്നെ അവർ പറയുന്നതിനൊരു കളിയാക്കിയ രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർ വിചാരിക്കുന്നത് അവർ പറഞ്ഞത് കൊണ്ട് അങ്ങനെ നല്ല രീതിയിൽ പറയുകയാണ് എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കുറേ രേവതിക്കുട്ടീനെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ പോവാനായിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് രേവതിക്കുട്ടി ഇതൊക്കെ കേട്ട് മുകളിൽ നിൽപ്പുണ്ടായിരുന്നു. രേവതിക്കുട്ടി പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ പോവാൻ നേരത്തും അതുപോലെ റോണിയെ വീണ്ടും ഇവിടെ തന്നെ താമസിപ്പിക്കാം എന്നിങ്ങനെ വീണ്ടും സംസാരിക്കട്ടെ. അപ്പോൾ ഇവർക്ക് ഒട്ടും താല്പര്യമില്ല റോണിയെ ഇവിടെ താമസിപ്പിക്കാനായിട്ട്. ഗ്രേസമ്മയ്ക്കും മാമച്ചായനും ഒട്ടും താല്പര്യമില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇവിടെ താമസിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, വീണ്ടും ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഇവിടെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഗ്രേസമ്മയും മാമച്ചായനും പറയുന്നുണ്ട്, ഇവിടെ താമസിക്കുമ്പോൾ അവന് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും, അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊന്നും കിട്ടണമെന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു വേലക്കാരി ഉണ്ടല്ലോ, അവൾ ഭക്ഷണം ഉണ്ടാക്കുമല്ലോ, നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ അവനും കൂടി കൊടുത്താൽ പോരെ എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊന്നും നല്ലതല്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കണം. നല്ലതൊന്നുമല്ല എന്നാലും എന്നൊക്കെ പറയണം. എന്നാലും അവളൊന്ന് സൂക്ഷിക്കണം, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു തോന്നലൊക്കെ അവൾക്ക് ഉണ്ടാകും, അതുകൊണ്ടാണ് അവളിങ്ങനെ ഒരു അധികാരം കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ റോണി കൂടി ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ആൾക്കാരൊക്കെ ചോദിക്കാനും പറയാനുണ്ട്. അപ്പോൾ റോണി ഇവിടെ ഉണ്ടാകുമ്പോൾ അവൻ്റെ ഒരു കണ്ണ് എപ്പോഴും അവളുടെ മേലുണ്ടാകും, അവൾ എന്ത് ചെയ്യുന്നു, ആരെയൊക്കെയാണ് വിളിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് പേടിയാകുന്നു എന്ന് ഗ്രേസമ്മ പറയാട്ടോ. അതും ഒരു കളിയാക്കുന്ന പോലെയാണ് പറയുന്നത്. കാരണം രേവതിക്കുട്ടിയെ പറ്റിയിട്ട് ഗ്രേസമ്മയ്ക്കും മാമച്ചാനും വേറൊരു അഭിപ്രായവും ഇല്ല കേട്ടോ, രണ്ടാമത്തെ ഒരു അഭിപ്രായവും ഇല്ല. കാരണം അത്രയും നല്ല രീതിയിലാണ് ഗ്രേസമ്മേനെയും മാമച്ചാനെയും രേവതിക്കുട്ടി നോക്കുന്നതും അവളുടെ ഫുൾ ക്യാരക്ടർ അവർക്ക് അറിയാൻ ചെയ്യാം. പക്ഷേ ഇവർ ഈ കുശുമ്പ് കൊണ്ടും കുന്നായ്മ കൊണ്ടൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഗ്രേസമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഗ്രേസമ്മയുടെ മാമച്ചായൻ്റെ അനിയൻ്റെ ഭാര്യയാണല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുമ്പോഴൊരു സോപ്പിടലും അതുപോലെ സ്വത്തും മുതലൊക്കെ കണ്ടിട്ടുള്ളൊരു അടുപ്പം ഒക്കെയാണ്. ഇപ്പോൾ ഏതായാലും മകനില്ലല്ലോ,
ജോമോൻ മരിച്ചു പോയി, പിന്നെ ഉള്ളതൊരു കന്യാസ്ത്രീയാണ്. അപ്പോൾ അതിനാണെങ്കിൽ ഈ സ്വത്തും മുതലൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഈ ബാക്കി കിടക്കുന്ന സ്വത്തിനും മുതലിനൊന്നും ഒരു അവകാശവും ഇല്ല. അപ്പോൾ ഇതൊക്കെ മാമച്ചായൻ ഇനി ആ പെണ്ണിനെങ്ങാനും എഴുതി കൊടുക്കുമോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുമോ അങ്ങനെയൊക്കെയുള്ളൊരു പേടി കൊണ്ടാണ് ഇവരെങ്ങനെയെങ്കിലും രേവതിക്കുട്ടിയെ ഇവിടെ നിന്ന് അടിച്ചോടിക്കാനൊക്കെ പദ്ധതി ഇടുന്നത്. എന്താണെങ്കിലും നമുക്ക് വേണ്ട പോലെ ആലോചിച്ച് ചെയ്യാം, ഇപ്പോൾ പൊക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുന്നുണ്ട്. തൽക്കാലം റോണി അവിടെ താമസിപ്പിക്കാൻ ഒരിക്കലും ഗ്രേസമ്മയ്ക്കും മാമച്ചായനും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അലീന റൂമിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, നീ എവിടെ പോയി കിടക്കുകയായിരുന്നു, എത്ര നേരം നിന്നെ ഞാൻ വിളിച്ചു എന്ന് പറയുകയാണേ. അപ്പോൾ ഞാൻ അവിടെ കിച്ചണിൽ കുറച്ച് ജോലിയായിരുന്നു മുത്തശ്ശി എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഇതേ നിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു, അത് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. ആണോ, ആരാ മുത്തശ്ശി വിളിച്ചത്? വിളിച്ച ആളോടൊക്കെ ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചു എന്ന് പറയണേ. മുത്തശ്ശിക്ക് ഈ ഫോണൊക്കെ എടുക്കാൻ അറിയോ? പിന്നെ ഈ ഫോൺ എടുക്കാൻ എനിക്ക് എന്താ അറിയാൻ ഇത്രയും മടി, ഇതൊക്കെ ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്നല്ലേ, ഇവിടെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഫോൺ ഉണ്ടായിരുന്നു എന്ന് പറയണം മുത്തശ്ശി. പെട്ടെന്ന് കുറേ നാളായില്ലേ ഫോൺ ഉപയോഗിച്ചിട്ട്, അതിൻ്റെ ഒരു തത്രപ്പാടായിരുന്നു. പിന്നെ എവിടേക്കോ പിടിച്ച് ഞെക്കിയപ്പോൾ അത് അങ്ങോട്ട് ഓണായി. ആരായിരുന്നു മുത്തശ്ശി വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അലീന. അത് വേറെ ആരാ, എൻ്റെ കൊച്ചുമോനാണ് വിളിച്ചത്. മനുവേട്ടൻ വിളിച്ചോ? മനുവേട്ടൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ മുത്തശ്ശി? മനുവേട്ടൻ ഇങ്ങോട്ട് വരുമോ? മനുവേട്ടൻ എവിടെയാണ് ഇപ്പോൾ, ജോലി സ്ഥലത്താണോ എന്നൊക്കെ ചോദിക്കുകയാണ് അലീന. ഭയങ്കര ആവശ്യത്തോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മനു ആണ് വിളിച്ചത്, നിനക്ക് എങ്ങനെ മനസ്സിലായി? മുത്തശ്ശിയില്ലേ പറഞ്ഞേ മുത്തശ്ശിയുടെ കൊച്ചുമോനാ വിളിച്ചതെന്ന്. എനിക്ക് കൊച്ചുമക്കൾ വേറെ ഉണ്ടല്ലോ, രോഹിത് ഉണ്ട്, ഹരിയുണ്ട്, ഗംഗാധരൻ്റെ മക്കളുണ്ട്, അതുപോലെ രാജീവനും ഉണ്ട് ഒരു മകൻ. അവരാരെങ്കിലുമൊക്കെ ആവാലോ. എൻ്റെ മുത്തശ്ശി, എൻ്റെ ഈ നമ്പർ അറിയാവുന്ന ഒരേ ഒരു കൊച്ചുമകനല്ലേ മുത്തശ്ശിക്ക് ഇപ്പം നിലവിലുള്ളൂ, അത് മനുവേട്ടനല്ലേ. പിന്നെ എന്തുട്ടാ മുത്തശ്ശി എന്നോട് ഇങ്ങനെ കളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്പടി, അവൾക്ക് അപ്പോഴേക്ക് കാര്യം മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി കളിയാക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറ, എന്നിട്ട് മനുവേട്ടൻ എന്താ പറഞ്ഞത്? മനുവേട്ടൻ എവിടെയാണ്, എറണാകുളത്താണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല അവൻ കൊല്ലപ്പള്ളിയിലുണ്ട്, ഇന്ന് വന്നതാണെന്ന് പറഞ്ഞു എന്ന് പറയണം. മുത്തശ്ശിയെ ഇങ്ങോട്ട് എൻ്റെ ഫോണിലേക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചതാണോ? പിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് കൊണ്ടല്ലേ നിന്നെ ഞാൻ വിളിച്ചത്, അതല്ലേ ഞാൻ എടുത്തത്, അല്ലാതെ ഇതിൽ നിന്ന് കുത്തി വിളിക്കാനൊന്നും ഞാൻ നിന്നില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അലീനയുടെ ഫോണിലേക്ക് മനു വിളിച്ച് എന്ന് പറഞ്ഞപ്പോൾ എന്നിട്ട് എന്താ മുത്തശ്ശി പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. മനുവേട്ടൻ ഇങ്ങോട്ടേക്ക് വരുമോ? ഇന്ന് വൈകിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, ഇങ്ങോട്ടേക്ക് വരാനൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് വീണ്ടും വയ്യാതായി എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ മനുവേട്ടൻ ഇന്ന് വരുമല്ലേ മുത്തശ്ശി? അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് സ്നാക്സ് കൂടുതൽ ഉണ്ടാക്കാം, മനുവേട്ടൻ വരുമല്ലോ എന്ന് പറയണം. അതെന്താ കൂടുതൽ സ്നാക്സ്, മനു ഇത്രയധികം ഫുഡൊക്കെ കഴിക്കുമോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അല്ല മുത്തശ്ശി, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം, മനുവേട്ടൻ വരുന്നതല്ലേ. അതെന്താ മനു വരുമ്പോൾ മാത്രം ഒരു സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒന്ന് പോവാം മുത്തശ്ശി, മുത്തശ്ശിയുടെ ഒരു കാര്യം, വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രത്യേകിച്ചിട്ട് ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ ഇത് മുൻകൂട്ടി അറിഞ്ഞതല്ലേ വരുമെന്ന്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ് അലീന. മനു ഇവിടുത്തെ ഗസ്റ്റ് ഒന്നുമല്ല, മനു ഈ വീട്ടിലെ കുട്ടി തന്നെയാണ്. എൻ്റെ മുത്തശ്ശിയോട് ഞാൻ തോറ്റു, ഞാനൊന്നുമില്ല സംസാരിക്കാൻ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയണം. എനിക്കറിയാം, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾ പേരും കൂടെ എന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഈ മുത്തശ്ശി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശിയുടെ കൊച്ചുമോനെ ഞാനെങ്ങാനും വളച്ച് എൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി വെക്കുന്നു മുത്തശ്ശി വിചാരിക്കണ്ടോ എന്ന് ചോദിക്കുകയാണ് അലീന. ഒന്ന് പോടി അവിടുന്ന്, വളയ്ക്കാൻ വന്നേക്കുന്നു അവൾ എൻ്റെ കൊച്ചുമോനെ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്യ ഉണ്ടല്ലോ, അനന്യ മനുവിൻ്റെ വീട്ടിലേക്ക് വരുന്ന കേട്ടോ. അപ്പോൾ അനന്യനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്കായിരുന്നല്ലോ നമ്മുടെ മനു ഡ്രോപ്പ് ചെയ്തിട്ട്, പക്ഷേ വീട്ടിൽ കയറാതെ ഇങ്ങോട്ടേക്ക് പോന്നേക്കായിരുന്നു. അപ്പോൾ ഉച്ച ഒക്കെ ആവുന്ന സമയമാകുമ്പോഴേക്ക് മനുവിൻ്റെ വീട്ടിലേക്ക് അനന്യ വരുന്നുണ്ട്. അപ്പോൾ അനന്യ വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ കമലയാണ് ഡോറ് തുറക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് കമലയ്ക്ക് കേട്ടോ അനന്യയെ കണ്ടപ്പോൾ. അനന്യ മോളായിരുന്നു വന്നത്, എന്താ ഇത്ര വിശേഷിച്ച്, ഇപ്പം മോളെ അവിടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടല്ലേ അവൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ ആൻറ്റി, ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്, എന്നിട്ട് വീട്ടിലൊന്നും കയറാതെ അവിടെ എന്നെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നു. അവൻ വീട്ടിലൊന്നും കയറില്ലേ? ഇല്ല, അമ്മയ്ക്ക് ഭയങ്കര പരാതി. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയോട്, ഞാൻ മനുവിൻ്റെ കൂടെയാണ് വരുന്നത് എന്ന്. അപ്പോൾ മനുവിന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ അമ്മ വീട്ടിലുണ്ടാക്കി വെച്ചു. മനു വീട്ടിൽ കയറും, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ കരുതിയിട്ട്. പക്ഷെ മനു അതൊന്നും കഴിക്കാൻ നിന്നില്ലല്ലോ. അപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ കുറച്ച് പാഴ്സൽ തന്നു വിട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട് മനുവിന് കൊടുക്കാനായിട്ട് എന്ന് പറയണം. കയറി മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനീനിയെ
അങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. എടാ മനു ഇങ്ങോട്ടേക്കൊന്ന് വന്നേ, ഇത് ആരാ വന്നേന്ന് നോക്കിയെന്ന് പറഞ്ഞ് കമല ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ആരാ അമ്മ ഇതേ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് മനു മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അനന്യയെ കാണാം കേട്ടോ. അപ്പോൾ അനന്യയെ കണ്ടിട്ട് എടി മാക്രി നിന്നല്ലേ ഞാനിപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തത്, നീ ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിയെന്ന് ചോദിക്കുകയാണ്. എനിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി, നീ വീട്ടിൽ കയറിയില്ലല്ലോ, അപ്പോൾ എന്നെ അമ്മ അവിടെ ഇരുത്തി പൊറിപ്പിക്കുന്നില്ല. നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും കഴിക്കാൻ നീ വീട്ടിൽ കയറിയില്ലല്ലോ, അത് കാരണം അമ്മ അതൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് തന്നു വിട്ടു എന്ന് പറയാണ് അനന്യ. അപ്പം മനുവിൻ്റെ അടുത്ത് കമല ചോദിക്കുന്നുണ്ട്, അതെന്താണ് നീ അത്രയും ചെന്നിട്ട് വീട്ടിലേക്ക് കയറാതെ പോകുന്നത്, വളരെ മോശമായി പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്ന് ശരിക്ക് കുളിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല, ഞാനാകെ ടയേർഡായിരുന്നു, അപ്പോൾ നേരെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് കിടക്കാം എന്നൊക്കെ ഓർത്ത് ഞാൻ പോകുന്നതാണ് എന്ന് പറയണം. അപ്പോൾ എന്താണെങ്കിലും നീ ഇപ്പോൾ ഇങ്ങോട്ട് ധൃതി പിടിച്ച് എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ച് അനന്യയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനന്യയോട് ഇവൻ ഭയങ്കര ക്ലോസ് ആയിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ കമലയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. കാരണം ഇവർ ഭയങ്കര ക്ലോസ് ആയി കഴിഞ്ഞാൽ കമല വിചാരിച്ച കാര്യമൊക്കെ നടക്കുമല്ലോ, അപ്പോൾ അത് കാരണം. അപ്പോൾ അനന്യ ചോദിക്കുന്നുണ്ട്, ഇന്ന് വൈകിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ മനു, നമുക്കൊന്ന് പുറത്ത് പോയാലും ചോദിക്കുമ്പോൾ വൈകിട്ട് എനിക്ക് വേറെ ചെറിയൊരു പ്ലാൻ ഉണ്ട് എന്ന് പറയണം മനു. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് പോകാനാ, നിനക്ക് ഇങ്ങോട്ടാ പോകാൻ എന്ത് പരിപാടിയുള്ളത്, നീ ഒരു പരിപാടിയില്ല, നീ അനന്യയുടെ കൂടെ പുറത്തേക്കൊന്ന് പോയി കറങ്ങിയിട്ട് വാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല അമ്മേ എനിക്ക് വേറെ പരിപാടി ഉണ്ട്. എന്താ നിൻ്റെ പരിപാടി? എനിക്ക് കടപ്പാട്ടൂർ വരെ ഒന്ന് പോകണം. കടപ്പാട്ടൂർ പോകാനോ? അവിടെ നിനക്ക് എന്താ എല്ലാ ദിവസവും നീ മുഖം കാണിക്കണമെന്ന്, നീ വരുമ്പോൾ അവിടെ പോയി മുഖം കാണിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുകയാണ്. എൻ്റെ അമ്മയെ മുത്തശ്ശി അവിടെ അല്ലേ കിടക്കുന്നത്, മുത്തശ്ശി എന്നെ വിളിച്ചു, മുത്തശ്ശിയെ കാണാൻ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണേ. എന്നാൽ മനു ഞാനും കൂടെ വരാം കടപ്പാട്ടൂരേക്ക് എന്ന് അനന്യ പറയുമ്പോൾ ഏയ് താൻ വരണ്ടാടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ മനു. അതെന്താ അവളും കൂടി വന്നോട്ടെ, എന്നാൽ നിൻ്റെ കൂടെ അവളും കൂടെ അങ്ങോട്ടേക്ക് വന്നോട്ടെ, നിങ്ങൾ രണ്ടുപേരും കൂടി പോയാൽ മതി ഇപ്രാവശ്യം കടപ്പാട്ടൂരേക്ക് പോകുമ്പോൾ എന്ന് കമല പറയണം. അപ്പോൾ കമലയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അനന്യയും മനും കൂടെ ഒരുമിച്ച് ചെല്ലുമ്പോൾ അലീന അത് കാണൂല. അപ്പോൾ അലീന ഇവർ തമ്മിൽ ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അലീനയുടെ മനസ്സിൽ ഇവർ തമ്മിൽ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയാമല്ലോ. അപ്പോൾ അലീനയുടെ മുന്നിലേക്ക് അനന്യയെ കൊണ്ട് ചെല്ലാനാണ് കമല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം മനു പറയുന്നുണ്ട്, അത് വേണ്ടടോ, ശരിയാവില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ വരുള്ളൂ, അപ്പോൾ തനിക്കിന്ന് വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് മനു അങ്ങനെ അനന്യയെ ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും കമലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ.